In this video, we will discuss the last topics of Module 5, coming under headings like sustainable urbanization, sustainable cities, and sustainable transport. First topic, sustainable urbanization. അപ്പോൾ നമ്മുടെ സിറ്റീസിലേക്ക് ആൾക്കാർ വന്ന് താമസിക്കാറുണ്ട്. അപ്പം അത് യൂഷ്വലി ജോബ് അല്ലെ ബെറ്റർ ജോബ് അല്ലെ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടിയൊക്കെയാണ്. ഇപ്പോഴത്തെ ഒരു 50% ഗ്ലോബൽ പോപ്പുലേഷൻ urban ഏരിയസിൽ താമസിക്കുന്നത്. ഇനി 2030 കൂടി ഗ്ലോബൽ പോപ്പുലേഷൻ 60% urban സിറ്റീസിൽ താമസിക്കപ്പെടുന്ന ഒരു എസ്റ്റിമേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മൂവ്മെൻറ്റ് ഉണ്ടാകാൻ പറ്റുന്ന കാരണങ്ങൾ രണ്ടാണ്: പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ്. പുഷ് ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഗെറ്റ് എൻകറേജ് ടു ലീവ് ദ റൂറൽ ഏരിയാസ്. എന്തൊക്കെയോ ഫാക്ടേഴ്സ് റൂറലിലെ നെഗറ്റീവ് സൈഡ്സ് അവരെ സിറ്റീസിലേക്ക് അടുപ്പിക്കുന്നു. അതേപോലെ പുൾ ഫാക്ടേഴ്സ് അർബൻ ഏരിയാസിലെ പോസിറ്റീവ് കാര്യങ്ങൾ അവരെ urban ഏരിയസിലേക്ക് അട്രാക്ട് ചെയ്യുന്നു റൂറൽ ഏരിയാസിൽ നിന്ന്. അപ്പം ഈ രണ്ട് പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സാണ് ആൾക്കാരുടെ മൈഗ്രേഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ഫാക്ടേഴ്സ്. അപ്പം ഒരു സിറ്റി സസ്റ്റൈനബിൾ ഓർഗനൈസേഷനിലേക്ക് പോകുമ്പോഴത്തേന് എന്തൊക്കെയായിരിക്കണം നോക്കണ്ടേ എന്ന് ഇതിലെ പോയിൻറ്റ്സാണ് പറയാൻ പോകുന്നത്. ഓരോ ഇൻഡസ്ട്രീസും റിന്യൂവബിൾ എനർജീസും ക്ലീൻ എനർജീസിലേക്കും കൂടുതൽ സ്വിച്ച് ഓവർ ചെയ്യണം. നോൺ റിന്യൂവബിൾ എനർജിക്ക് പകരം റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതേപോലെ ഇപ്പോഴത്തെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതിൽ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. പുതിയ പണിയുന്നതിലും കൂടുതൽ ഉള്ള എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇച്ചിരി എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ശ്രമിക്കുക. അതേപോലെ ആൾക്കാരുടെ മൂവ്മെൻറ്റ് ഈ പറഞ്ഞ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാനിങ്ങിനെ ബേസ്ഡായിരിക്കണം ആൾക്കാരുടെ മൂവ്മെൻറ്റ്. അതേപോലെ എയർ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. നമ്മുടെ മൊഡ്യൂൾ 1 പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. 4 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി: എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് അർബൻ ഗവർണൻസ്. പിന്നെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഓർഗനൈസേഷനിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എനർജി എഫിഷ്യൻറ്റ് ലോ കാർബൺ ബിൽഡിങ്സ് പ്ലാൻ ചെയ്യാം. ഇതെല്ലാം നമ്മളിപ്പം ഡിഫറെൻറ്റ് മൊഡ്യൂൾസിൽ കഴിഞ്ഞ ടോപ്പിക്സാണ്. അപ്പോൾ ഫൈനലി ഒരു കൾമിനേഷൻ പോലെയാണ് 3 പോയിൻറ്റ്സ് ഉള്ളത്: അർബനൈസേഷൻ, ട്രാൻസ്പോർട്ടും സിറ്റീസ്. അതേപോലെ സ്മാർട്ട് എനർജി ജനറേഷൻ, സിറ്റീസ് ഇല്ലാത്ത വരുന്ന ട്രാൻസ്പോർട്ടേഷൻ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യുക, വാട്ടർ ഡെവലപ്മെൻറ്റ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വാട്ടർ ഹാർവെസ്റ്റിങ്. അതേപോലെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഒറിജിനലി ഏർബണിൽ താമസിക്കുന്ന ആൾക്കാരുടെ കൺസേൺസ് മറന്നുപോകില്ല. പിന്നെ ഡിഫറെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് ഒരുമിച്ച് ചേർത്ത് ഒരു സോഷ്യൽ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡെവലപ്മെൻറ്റിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ അത് ഓക്കെ. ഇത്രയൊക്കെയാണ് ഒരു മൂവിങ് ടുവേർഡ്സ് സസ്റ്റൈനബിൾ ഓർഗനൈസേഷനകത്ത് വരുന്ന പോയിൻറ്റ്സ്. അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ നമ്മൾ ഈ ഡിഫറെൻറ്റ് മൊഡ്യൂൾസിൽ പഠിച്ച് കേട്ട പോയിൻറ്റ്സ് തന്നെയാണ്. അടുത്തൊരു ഹെഡിങ്ങാണ് സസ്റ്റൈനബിൾ സിറ്റീസ്. എങ്ങനെ ഒരു സിറ്റിക്ക് സസ്റ്റൈനബിൾ ആകാൻ പറ്റും, അത് നമ്മൾ ഈ പറഞ്ഞ പോയിൻറ്റ്സിനകത്ത് തന്നെ വരുന്നതാണ്. ഇച്ചിരിയുടെ ഒരു സിറ്റിക്കകത്തെ കാര്യങ്ങൾ മാത്രം പറഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോയിൻറ്റ്സ് സമറൈസ് ചെയ്യാം. നമ്മുടെ നേച്ചറായിട്ടുള്ള ഹാർമണി, അതേപോലെ സ്പേസസ്, നാച്ചുറൽ ഓപ്പൺ സ്പേസസ് കുറച്ച് കൂടുതൽ വേണം. കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ, അതായത് വാക്കിംഗ്, സൈക്ലിംഗ് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇത് മൂന്നും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക. അതേപോലെ മിനിമം യൂസ് ഓഫ് വാട്ടർ, എനർജി റിസോഴ്സസ്. ഇപ്പോൾ ഉള്ള വാട്ടർ ബോഡീസിനെ കൺസേർവ് ചെയ്യുക. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ആദ്യം പോലെ പറഞ്ഞ കേസാണ്. അതേപോലെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് കൂടുതൽ ഉപയോഗിക്കുക, കുറയ്ക്കുക. റിന്യൂവബിൾ സോഴ്സസ് കൂടുതൽ ഉപയോഗിക്കുക. അതേപോലെ ലോ ആൻഡ് ഓർഡർ, അത് മെയിൻ പോയിൻ്റാണ്. അപ്പം ഹാർമോണിയസ് ആയിട്ട് ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടി ലോ ആൻഡ് ഓർഡർ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുക. ലോക്കൽ പോപ്പുലേഷന് ജോബ് ക്രിയേഷൻ, അതേപോലെ പോവർട്ടി റെഡ്യൂസ് ചെയ്യുന്ന മെഷേഴ്സ് എടുക്കുക. അതേപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, MSW ടെക്നിക്സ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് നമുക്ക് മാക്സിമം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു സിറ്റി മാത്രം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സസ്റ്റൈനബിൾ റൂട്ടിലേക്ക് പോകുമ്പോഴത്തേനും പറയപ്പെടുന്ന കാര്യങ്ങൾ. ഇനിയിപ്പം സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് എന്ന ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനീഷ്യലി ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ എന്തൊക്കെ രീതിയിലായിരിക്കും നമുക്ക് ഒരു ഹാംഫുൾ ഇഫക്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ ക്ലാസിഫൈ ഇൻ 3 headings like environmental, economic and social dimension.
ഓക്കെ, ഇനി ഓരോന്നും നമുക്ക് എടുത്ത് പഠിക്കാം. ഫസ്റ്റ് കേസ് എൻവറോൺമെൻറ്റൽ ഡയമെൻഷൻ. എൻവറോൺമെൻ്റലി പറഞ്ഞു കഴിഞ്ഞാൽ എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഹാബിറ്റാറ്റ് ലോസ്, ഡിപ്ലീഷൻ ഓഫ് നോൺ റിന്യൂവബിൾ സോഴ്സാണ് വരുന്നത്. എങ്ങനെയാണ് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്? നമ്മുടെ വെഹിക്കിൾസിൽ നിന്ന് എക്സോസ്റ്റ് എല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി വേസ്റ്റ് എല്ലാം നമുക്ക് ഇനീഷ്യലി എയർ ആൻഡ് വാട്ടർ പൊല്യൂഷനാണ് തരുന്നത്. അതേപോലെ ഇതിൻ്റെ കംപ്രഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ആയിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റിന് ഉപയോഗിക്കുന്നത്. അതെല്ലാം ഈ എനർജി മോർ ആൻഡ് മോർ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും കറസ്പോണ്ടിങ് ആയിട്ട് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ഡിഫോൾട്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ മൂവ്മെൻറ്റും എല്ലാം കൂടെ കൂട്ടി നോയ്സ് പൊല്യൂഷൻ ഡിഫോൾട്ട് ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ക്ലൈമറ്റ് ചേഞ്ച്, മാക്സിമം ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നതോടുകൂടി ക്ലൈമറ്റ് ചേഞ്ച് ഉറപ്പായിട്ടുണ്ടാവും. ഹാബിറ്റാറ്റ് ലോസ്, റോഡ് എക്സ്പാൻഷന് വേണ്ടി നമ്മൾ എടുക്കുമ്പോഴത്തേന് പല പല ഹാബിറ്റാറ്റ്സിൽ ജീവിക്കുന്ന എക്കോസിസ്റ്റത്തിൻ്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നുണ്ട് ഡിഫോൾട്ടായിട്ട്. അതേപോലെ ഡിപ്ലീഷൻ ഓഫ് നോൺ റിന്യൂവബിൾ സോഴ്സസ്, ഇനിയിപ്പം റിന്യൂ ചെയ്യാൻ പറ്റാത്ത ടൈപ്പുള്ള റിസോഴ്സസ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡിപ്ലീഷൻ ഡിഫോൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എക്കണോമിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് കൺജഷൻ, റോഡ് ചെറുതും വണ്ടികൾ കൂടുതലുമാണ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് ട്രാഫിക് വളരെ കൂടുതലാണ്. ട്രാഫിക് കൂടുന്നതനുസരിച്ച് നമുക്ക് വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി കുറയുകയാണ്. നമ്മൾ കുറേ സമയം പതുക്കെ ഓടിക്കണം. ആ രീതി വരുമ്പോഴത്തേക്കും ഫ്യൂൽ കൺസംഷൻ കുറച്ച് കൂടുകയാണ്. അതേപോലെ മൊബിലിറ്റി ബാരിയേഴ്സ്, എന്തെങ്കിലും പ്രത്യേക ഫംഗ്ഷൻ കാരണം ട്രാൻസ്പോർട്ടേഷൻ്റെ സ്പീഡ് കുറയും. എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ റാലിയോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂസോ ആക്സിഡൻറ്റോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഇനീഷ്യൽ മൂവ്മെൻറ്റ് ഓഫ് മൊബിലിറ്റി കുറയുകയാണ്. ആക്സിഡൻസ് എപ്പോഴും നമുക്ക് സ്ഥിരമായിട്ട് റോഡിൽ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ എസ്റ്റിമേറ്റിനകത്തും ഇത്ര ആൾക്കാർ ഒരു വർഷം മരിക്കുന്നൊക്കെ പറഞ്ഞ എസ്റ്റിമേറ്റ്സ് നമ്മുടെ ഉണ്ട്. സോ കറസ്പോണ്ടിങ് ആയിട്ട് അതൊരു എക്കണോമിക് ഡയമെൻഷൻ തന്നെയാണ് ആക്സിഡൻസ് വരുന്നത്. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കോസ്റ്റ്, അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൂരം കൂടുതൽ ട്രാവൽ ചെയ്യണമെങ്കിൽ കൂടുതൽ ഫ്യൂൽ ഉപയോഗിക്കേണ്ടി വരും. സോ കറസ്പോണ്ടിങ് നമുക്ക് ഡെയിലി ആയിട്ട് നമുക്കിപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടി കൂടുതൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ കൂടുതൽ ഫ്യൂൽ കൺസംഷൻ വരുന്നു. സോ അതൊരു എക്കണോമിക് കൺസിഡറേഷൻ തന്നെയാണ്. അതേപോലെ കൺസ്യൂമർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, നമുക്ക് കൺസ്യൂമറിന് വേണ്ടിയ ഡിഫറെൻറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ ഹോസ്പിറ്റൽസ്, എംപ്ലോയ്മെൻറ്റ്, റിക്രിയേഷൻ എല്ലാം അടുത്താണെങ്കിൽ നമുക്ക് ഈ ട്രാവലിൻ്റെ റേറ്റ് കുറയ്ക്കും. അത് ദൂരെയാണെങ്കിൽ കൂടുതൽ ട്രാവൽ ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. സോ കറസ്പോണ്ടിങ് ആയിട്ട് കൺസ്യൂമറിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യൂണിറ്റ്സ് എല്ലാം വീടിനടുത്ത് തന്നെ ആ രീതി വേണം കിട്ടാൻ വേണ്ടി. ഇനിയുള്ളൊരു ഹെഡിങ്ങാണ് സോഷ്യൽ ഡയമെൻഷൻ, ഇനീക്വിറ്റി ഓഫ് ഇമ്പാക്റ്റ്. അതായത് കുറച്ചുകൂടെ നമ്മൾ പറയുകയാണെങ്കിൽ പുവർ പീപ്പിൾ ആയിരിക്കും കൂടുതലും ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെൻറ്റ് വെച്ച് അഫക്റ്റ് ആകുന്നത്. റിച്ച് പീപ്പിളിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് പുവർ പീപ്പിളിനായിരിക്കും. പിന്നെ മൊബിലിറ്റി ഡിസഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിൽവേ ട്രാക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ട്രാക്ക് അവിടെ വന്നതോടുകൂടി നമുക്ക് ആ സൈഡ് അവരുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാർക്ക് കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് ചിലപ്പോൾ ട്രാവൽ ചെയ്യേണ്ടി വരും ഈ പറഞ്ഞ റെയിൽവേ ട്രാക്ക് ഒന്ന് മുറിച്ച് കിടക്കാൻ വേണ്ടി. സോ കറസ്പോണ്ടിങ് ഏതെങ്കിലും പർട്ടിക്കുലർ സ്ട്രെച്ച് ഓഫ് റോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന കേസാണ് ഈ പറഞ്ഞ മൊബിലിറ്റി ഡിസഡ്വാൻറ്റേജ്. ഹ്യൂമൻ ഹെൽത്ത് ഇമ്പാക്ട്സ്, ഈ പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പോഷർ ടു ദിസ് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൻ്റെ ബേസിസിൽ നമുക്ക് ഹ്യൂമൻ ഹെൽത്ത് അഫക്റ്റ് ആകുന്ന നമുക്ക് ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് ഡിസീസസ് കിട്ടാൻ വളരെ ചാൻസാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഹൈവേൻ്റെയും ഒക്കെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി കൂടുതൽ ഈ പറഞ്ഞ ഡിസീസസ് ഒക്കെ ചാൻസ് കൂടുതലാണ്. കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ, നമുക്ക് ഓരോ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് റോഡ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടോ കുറവാണെങ്കിൽ കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ കുറയും. അപ്പോൾ ആൾക്കാർ നമ്മൾ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു അഷ്യൂർഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കൊടുക്കാൻ പറ്റണം. അത് വിത്ത് റെസ്പെക്ട് ടു സേഫ്റ്റി ഓഫ് പെഡസ്ട്രിയൻസ്, റോഡ് നെറ്റ്വർക്ക്, റെയിൽ നെറ്റ്വർക്ക് എല്ലാം കൊടുത്താലേ ഉള്ളൂ കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ കൊടുത്തുള്ളൂ. അതേപോലെ ഈസ്തറ്റിക്സ്, ഒരു ഫ്ലൈ ഓവറോ ഹൈവേ അല്ലെങ്കിൽ അണ്ടർപാസ്, ഓവർ ബ്രിഡ്ജ്, മെട്രോ എന്തായാലും കൺസിഡർ ചെയ്യുമ്പോഴത്തേനും ഉള്ള നാച്ചുറൽ എൻവറോൺമെൻറ്റിൻ്റെ ഒരു ഈസ്തറ്റിക്സിൻ്റെ വെച്ച് വേണം, വെറുതെ ഒരു പണിയല്ല, ഉള്ള നാച്ചുറൽ എൻവറോൺമെൻറ്റിനെ എൻ്റെ ഭംഗി പോകാത്ത രീതി വേണം നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ അഡീഷണൽ സ്ട്രക്ചർ പണിയാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം ഒരു ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേനും. ഓക്കെ, അപ്പം നമുക്ക് യൂഷ്വലി സസ്റ്റൈനബിളായിട്ട് ട്രാൻസ്പോർട്ടേഷൻ മാറ്റാൻ പറ്റുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സൈക്ലിങ്ങും വാക്കിംഗ് കൾച്ചറും നമുക്ക് കുറച്ചുകൂടെ എൻകറേജ് ചെയ്യാം. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് കൂട്ടി പറയാം. യൂസ് ഓഫ് ഗ്രീൻ വെഹിക്കിൾസ്, ബാറ്ററിയിലൊക്കെ ഓടുന്ന വെഹിക്കിൾസ്, അതേപോലെ ഷെയറിങ് ഓഫ് കാറും. കുറേ പേര് പോകുമ്പോഴത്തേനും
കാർ പൂളിങ്ങിലെ ഷെയറിംഗ് ഓഫ് കാർക്ക് ഒന്ന് നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന കേസ്, ഹൈബ്രിഡ് വെഹിക്കിൾസ്, 2 types ഓഫ് ഫ്യൂവൽസിൽ ഓടുന്ന ഹൈബ്രിഡ് വെഹിക്കിൾസ്, അതേപോലെ വാട്ടറും റെയിൽ ട്രാൻസ്പോർട്ടും കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ ഉള്ള മിഷൻസ് എല്ലാം ലോങ് ടേം ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അതേപോലെ മെയിൻ്റെനൻസ് ആൻഡ് സർവീസ് പീരിയോഡിക് ആയിരിക്കണം. ലാസ്റ്റ് എയർ പൊല്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സ്ട്രിഞ്ചൻ്റ് ലോസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടിനകത്ത് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം ലാസ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് സസ്റ്റൈനബിൾ അർബനൈസേഷൻ, സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് നമ്മൾ നോക്കിയത്. മൊഡ്യൂൾ 5 ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ പറഞ്ഞ 3 ഹെഡിങ്സ് കീഴിൽ വരുന്ന ടോപ്പിക്സ്. ഓക്കെ.